നമ്മളൊക്കെ ആ വീഡിയോ കണ്ടതാണ് അല്ലേ? ആംബുലൻസിന് വഴി കൊടുക്കാതെ പോയ അതും ഒരു ഡോക്ടറായിരുന്നു എന്ന് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ പ്രിയപ്പെട്ട NVD, നിങ്ങൾ വളരെ വലിയ തുകയാണ് ഡോക്ടറിന് കൊടുത്തത്. 5000 ഉറുപ്പിക. അതിനി അടക്കാൻ വേണ്ടി ഡോക്ടർ ചിലപ്പം EMI അടക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിന് ഓർമ്മയുണ്ടോ, ഒരു പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷക്കാരന് അവന്റെ വീട്ടിലേക്കുള്ള സാധനം ഓട്ടോറിക്ഷന്റെ മേലയിൽ വെച്ച് പോയതിന് നിങ്ങൾ കൊടുത്ത ഫൈൻ എത്രയാണുള്ളത്? ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ മറന്നാലും. 25,000 ഇന്ത്യൻ റുപ്പീസാണ് നിങ്ങൾ ആ പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിന് കൊടുത്തത്. നിങ്ങൾക്ക് ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായാലും നിങ്ങൾക്ക് ഫൈൻ അടക്കാൻ ഒരു പേടിയുണ്ടോ? അവർക്ക് ഭീമമായ തുക കൊടുക്കാൻ എന്താ ഒരു ഭയമുണ്ടോ? സാധാരണക്കാരന്റെ നെഞ്ചത്തിലേക്ക് എത്രയും ഫൈൻ അടിച്ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആരും ചോദ്യം ചെയ്യില്ലെന്നുള്ള ഒരു ധൈര്യം, അതാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട NVD നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തിന്റെ പേരിലാണ് വെറും ഫൈന് മാത്രം കൊടുത്ത് ആ ഡോക്ടറെ അങ്ങ് വിട്ടത്? അതും ഒരു ഡോക്ടറാണ്, ഒരു ജീവന് വില നൽകേണ്ട ഡോക്ടറാണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തതിനുള്ള ആ ഒരു ബോധ്യെങ്കിലും അയാൾക്ക് പെടുത്തിക്കണമായിരുന്നു. നിങ്ങൾ വളരെയധികം സ്വാധീനമുള്ളവനിക്ക് എന്തു ആകാനുള്ളതാണ് ഇവിടെ കാണിച്ചു.